എട്ടാമത്തെ യോഗം സഹചരാദി കഷായം. സഹചരം സുരദാരു സനാഗരം ക്വഥിതമംബസി തൈലവിമിശ്രിതം പവനപീഡിത ദേഹഗതി പിബേത് ദ്രുതവിളംബിത ഗോഭവതിച്ഛയ. അപ്പോൾ ഇതിലാകെ 3 ഡ്രഗ് മാത്രമേ ഉള്ളൂ. സഹചരം, സുരദാരു, നാഗരം, ഈ 3 ഡ്രഗ് മാത്രമേ ഉള്ളൂ. ഇത് വെള്ളത്തിൽ പചിപ്പിച്ചിട്ട് ക്വഥിതമംബസി തൈലവിമിശ്രിതം, അനുപാനം പറയുന്നത് എന്താണ്? തൈലമാണ്. പവനപീഡിത ദേഹഗതി പിബേത്, പവനനാൽ അതായത് വാദത്താൽ പീഡിതമായിരിക്കുന്ന, അതായത് നടക്കാനൊന്നും പറ്റാതെ നമുക്ക് വേദനയൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പവനപീഡിത ദേഹഗതി പിബേത് കുടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ്രുതവിളംബിത, എത്രയും പെട്ടെന്ന് തന്നെ ഗോഭവതിച്ഛയ. ഗോഭവതിച്ഛയ എങ്ങനെ വായിക്കണം? ഗഹ ഭവതിച്ഛയ. ഗഹ എന്ന് ഉദ്ദേശിച്ച ഗമനം, ഗമിക്കാൻ, അതായത് നടക്കാൻ സാധിക്കും. പവനനാൽ പീഡിപ്പിക്കപ്പെട്ട്, അതായത് വാതരോഗങ്ങൾ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് യഥേഷ്ടം നടക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ കഷായത്തിൽ പറയുന്നത്. ഇവിടെ തൈലമാണ് അനുപാനമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അനുപാനമായിട്ട് തൈലം നമുക്ക് എന്ത് തൈലം കൊടുക്കാം? ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന തൈലങ്ങളെല്ലാം കൊടുക്കാം. നമ്മൾ ആവർത്തിച്ച തൈലങ്ങളൊക്കെ ഉണ്ടല്ലോ, ധന്വന്തരം 101, ധന്വന്തരം 21 ആവർത്തി, സഹചരാദി ഉണ്ട് പല ആവർത്തികൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗന്ധതൈലം കൊടുക്കാം ഉള്ളിലേക്ക്. പ്രത്യേകിച്ച് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെയുള്ള ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനും കുറയ്ക്കും. അതുപോലെ തന്നെ ബോണിൻ്റെ ഡെൻസിറ്റി കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗന്ധതൈലം ആഡ് ചെയ്ത് അനുപാനമായിട്ട് കഷായത്തിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. ഇനി ഡ്രഗ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡ്രഗ് സഹചരം, കരിങ്കുറിഞ്ഞി വേരാണ് മലയാളം, ബാർലേറിയ സ്ട്രിഗോസ. സുരദാരു ദേവദാരുവാണ്, സിഡ്രസ് ഡിയോഡ്ര. നാഗരം ചുക്ക്, സിഞ്ചിബർ ഫിഷിനെയിൽ. അപ്പോൾ ഇങ്ങനെ 3 ഡ്രഗ് മാത്രമേ ഉള്ളൂ. സിമ്പിൾ കഷായമാണ്, പക്ഷേ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഓക്കെ.